ഗുഡ് ഈവനിങ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഡെയിലി അനാലിസിസ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം. സോ നിഫ്റ്റി ഇന്ന് കുറച്ച് ഗ്യാപ്പ് ഡൗൺ ആണ് ഓപ്പൺ ആയത്. ഓപ്പൺ ആയിട്ട് ഷാർപ്പായിട്ട് ഒരു റിവേഴ്സൽ ഉണ്ടായിരുന്നു. സോ നിഫ്റ്റിയുടെ ഡെയിലി ചാർട്ട് നോക്കുകയാണെങ്കിൽ ഈ ഒരു ഏരിയയിൽ ടോട്ടൽ കൺസോളിഡേഷൻ ആണ്. അത് നല്ലൊരു കാര്യമാണ്. ഈ ഒരു ഹയർ ഇന്നലെ ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ആയിട്ട് ഒരു ഹയർ ഏരിയയിൽ കൺസോളിഡേറ്റ് ചെയ്യണത് നല്ല ഏരിയയാണ്. ബ്രേക്ക് ഡൗൺ ആയിട്ടില്ല. സോ ഞാൻ ഇന്നലെ പറഞ്ഞായിരുന്നു, ബ്രേക്ക് ഡൗൺ ആയി ഈ പോയിന്റ് എത്തിയാൽ പിന്നെ ഈ ഗ്യാപ്പ് അപ്പിന് വലിയ വാല്യൂ ഒന്നുമില്ല. സോ മാർക്കറ്റ് പിന്നെ എന്തൊക്കെ ന്യൂസ് വന്നിട്ടും പിന്നെ മീൻസ് വലിയ ഇമ്പോർട്ടൻസ് കൊടുത്തില്ല. പക്ഷെ അതുകൊണ്ടാണ് മാർക്കറ്റ് ഇന്ന് ഈ ഹോൾഡ് ചെയ്യുന്നത്. ഇന്ന് മാർക്കറ്റ് കുറച്ചും കൂടി ഒരു ഹയർ മൂവ്മെന്റ് വരാനുള്ള ചാൻസ് ഉണ്ടായിരുന്നു. ബിക്കോസ് ഓഫ് നിഫ്റ്റി ഐ ടി വളരെ ഡൗൺ ആയതുകൊണ്ട് നെഗറ്റീവ് ന്യൂസ് ഉണ്ട്. അത് ന്യൂസ് ഏരിയയിൽ സംസാരിക്കാം. അതുകൊണ്ടാണ് മാർക്കറ്റ് അധികം മൂവ് ആവാത്തത്. സോ ഐ ടി സ്റ്റോക്സ് എല്ലാം ഒത്തിരി ഡൗൺ ആയിരുന്നു. ബാക്കിയുള്ള സ്റ്റോക്സ് ഒക്കെ നോക്കുമ്പോൾ അപ്പായിരുന്നു. അതുകൊണ്ട് നിഫ്റ്റി ഒരു ഹയർ പൊസിഷനിൽ ഹോൾഡ് ചെയ്തിട്ടുണ്ട്. സോ നാളെ ഇതിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു 26,000 മുകളിലൊരു 26,000 വരെ ടാർഗറ്റ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. സോ എൻ്റെ ഒരു പ്രതീക്ഷ നാളെ ഇത് ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോകുന്നതാണ്. നാളെ ഹോൾഡ് ചെയ്താൽ നമുക്ക് നോക്കാം. കാരണം ഇത് ബ്രേക്ക് ഡൗൺ ആവാൻ പാടില്ല. ബ്രേക്ക് ഡൗൺ ആയി താഴോട്ട് വരാണെങ്കിൽ പിന്നെ അഗെയിൻ ഒരു ബിയറിഷ് ടെറിട്ടറിയിലോട്ട് പോകും. പിന്നെയും ഒരു കൺസോളിഡേഷൻ അത് നമുക്കിപ്പോൾ നല്ലൊരു ന്യൂസ് ഉണ്ട്. ആ ന്യൂസ് മാർക്കറ്റിന് ഒന്ന് ഡൈജസ്റ്റ് ചെയ്യണം. അതുകൊണ്ടാണ് ഒന്ന് കൺസോളിഡേറ്റ് ചെയ്യണത്. ഡീറ്റെയിൽ റിപ്പോർട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യണമെന്ന് തോന്നുന്നു. അത് ഡീറ്റെയിൽ റിപ്പോർട്ട് എഗ്രിമെൻറ്റ് ഡീലിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ട് പ്രിൻ്റ് ഔട്ട് വരുമ്പോൾ മാർക്കറ്റ് വിൽ ടേക്ക് ദ പോസിറ്റീവ് മൊമെൻറ്റ്. അങ്ങനെയാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. ഓക്കെ, ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി കുറച്ചും കൂടി ഒരു ഹയർ ലെവലിൽ ഹോൾഡ് ചെയ്തു. നിഫ്റ്റിയെ പോലെ തന്നെയാണ്, വലിയൊരു മൂവ്മെൻ്റ് ഒന്നും ഉണ്ടായിട്ടില്ല. ഒരു ചെറിയൊരു ബാങ്ക് നിഫ്റ്റി പോസിറ്റീവ് മീൻസ് ഫ്ലാറ്റ് ഓപ്പണിംഗ് ആയിരുന്നു. ചെറിയൊരു മൂവ്മെൻറ്റ് തന്നു. ആ ഏരിയ തന്നെ ക്ലോസ് ചെയ്തു. ഓക്കെ, സോ ബിറ്റ് കോയിൻ നോക്കാം. ബിറ്റ് കോയിൻ നമ്മൾ ഇന്നലെ സംസാരിച്ചത് ഇവിടെയായിരുന്നു. 50 മിനിറ്റ് ചാർട്ട് നോക്കാം. ഇവിടെ ആയിരുന്നു. സോ ഞാൻ ഡെയിലി ചാർട്ട് പറയുകയാണെങ്കിൽ ഞാൻ പറഞ്ഞു, ഡെയിലി ചാർട്ടിൽ നിങ്ങൾ പുൾ ബാക്ക് ഉണ്ട് എടുക്കലെന്ന് പറഞ്ഞായിരുന്നു. കാരണം ഫസ്റ്റ് പുൾ ബാക്കിൽ എടുക്കല്. സോ അത് കഴിഞ്ഞ് സഡൻ ആയിട്ട് ഒരു ഫോൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു. നമ്മൾ 50 മിനിറ്റ് ചാർട്ട് നോക്കുകയാണെങ്കിൽ 8 o'clock ഇന്ത്യൻ ടൈം 8 o'clockന് കഴിഞ്ഞിട്ട് ഈ ഒരു ഏരിയയിലോട്ട് 9:30 ആ സമയത്തൊക്കെ ഈ ഒരു ഏരിയയിൽ സഡൻ ആയിട്ടൊരു ഫോൾ ഉണ്ടായി, നല്ലൊരു മൊമെൻറ്റം താഴോട്ടുണ്ടായിട്ടുണ്ടായിരുന്നു. സോ അവിടെ നിന്ന് ചെറിയ റിവേഴ്സൽ ചെയ്ത് പിന്നെയും ആ ഒരു ഏരിയയിൽ കൺസോളിഡേറ്റ് ചെയ്യുകയാണ്. ഓക്കെ, എനിക്ക് തോന്നുന്നു ഇപ്പോൾ നിഫ്റ്റി ചാർട്ട് ഡെയിലി ചാർട്ട് നോക്കുമ്പോൾ ഒരു കൺസോളിഡേഷൻ ഫേസിലോട്ട് വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. കാരണം ഈ ഒരു 3 വീക്സ് 4 വീക്സ് ഒക്കെ, അപ്പോൾ ഇവിടെ നിന്നൊരു ചെറിയൊരു കൺസോളിഡേറ്റ് ചെയ്ത് പിന്നെ ഫർദറായിട്ട് ഒരു റിവേഴ്സലിനുള്ള ചാൻസ് കാണുന്നുണ്ട്. ഓക്കെ, ഇനിയൊരു ബ്രേക്ക് ഡൗൺ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നില്ല. അൺലെസ് ഇനി ഒരു ന്യൂസ് വരാണ്ട് ഒരു കൺസോൾട്ടേഷൻ പ്ലസ് ഒരു റിവേഴ്സലാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. നമ്മൾ ഇവിടെ നിന്ന് പറഞ്ഞായിരുന്നു, ഈ ഒരു ഏരിയ ബ്രേക്ക് ഡൗൺ ആയപ്പോഴേ പറഞ്ഞായിരുന്നു നമ്മൾ ടാർഗറ്റ് 74,000 72,000 ആ റേഞ്ച് ആയിരിക്കും. 74,000 വരെ ഞാൻ പറഞ്ഞായിരുന്നു. ഈ ഒരു ഏരിയ ഈ ഒരു 92 ബ്രേക്ക് ആയപ്പോഴേ ഞാൻ പറഞ്ഞായിരുന്നു നെഗറ്റീവായി, പിന്നെ ഇതൊന്നും സപ്പോർട്ടായിട്ട് ഹോൾഡ് ചെയ്യത്തില്ല. സോ നമ്മുടെ ടാർഗറ്റ് 72,000 ആ റേഞ്ച് 74,000 വരെ വരാനുള്ള ചാൻസ് ഉണ്ടെന്ന് നമ്മൾ അന്നേ പറഞ്ഞായിരുന്നു. ഓക്കെ, ദെൻ നമുക്ക് സിൽവർ നോക്കാം. സിൽവർ ഒരു സഡൻ ഫോളിന് ശേഷം ജസ്റ്റ് ഒരു റിവേഴ്സൽ പോലെ കാണുന്നുള്ളൂ. ഒരു ബൈയിങ് ഒന്നും ആയിട്ടില്ല. നമുക്കൊന്ന് 1 hour ചാർട്ട് നോക്കി നോക്കാം. 1 hour ചാർട്ട് ഇവിടെ ഡബ്ല്യു പാറ്റേൺ ഉണ്ടായിരുന്നു. ബട്ട് ഇതൊരു കൺസോൾട്ടേഷൻ ആണ്. ഇവിടെ ഒരു ബൈയിങ് ഒന്നുമില്ല, ഒരു കൺസോൾട്ടേഷൻ മാത്രമാണിത്. ഗോൾഡ് കുറച്ചൊരു റിവേഴ്സൽ വന്നിട്ടുണ്ടായിരുന്നു. ഗോൾഡ് ഇവിടെ നിന്ന് ഒരു ഷാർപ്പ് റിവേഴ്സൽ വന്നിട്ടുണ്ട്. ബട്ട് ഞാൻ പറഞ്ഞില്ല, ഇനിയൊരു 4,500 തൊട്ട് 5,000 റേഞ്ച് വരെ ഒത്തിരി നാൾ കൺസോളിഡേറ്റ് ചെയ്യാനുള്ള ഒത്തിരി ചാൻസ് ഉണ്ട്. സോ ഈ ഒരു റേഞ്ചിൽ കൺസോളിഡേറ്റ് ചെയ്തു സ്ലോലി കൺസോളിഡേറ്റ് ചെയ്തിട്ട് നമുക്ക് നോക്കാം. കൺസോളിഡേറ്റ് ചെയ്ത് ഈ ഒരു റിവേഴ്സൽ ഉണ്ടാവും, പിന്നെ കൺസോളിഡേറ്റ് ഒരു ബ്രേക്ക് ഔട്ട് പോകണമെങ്കിൽ ചാൻസ് ഉള്ളൂ. ഷാർപ്പായിട്ട് ഒരു റിക്കവറി എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല. നമുക്ക് സ്മോൾ ക്യാപ്പ് നോക്കാം. സ്മോൾ ക്യാപ്പ് ഒരു പോസിറ്റീവ് മൂവ്മെൻറ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. 0.76 അപ്പായിരുന്നു ഇന്ന്. ഞാൻ പറഞ്ഞില്ല, ഇതൊരു ടെമ്പററി ബോട്ടം പോലെ എനിക്ക് തോന്നുന്നുണ്ട്. ഒരു ബോട്ടം പോലെ ഒരു ബുൾ മാർക്കറ്റിൻ്റെ ഒരു സ്റ്റാർട്ടിങ് പോലെ തോന്നുന്നുണ്ട്. ഒരു മാസം മുന്നേ ഞാൻ പറഞ്ഞായിരുന്നു, ഒരു ഫെബ്രുവരി അവസാനം അല്ലെങ്കിൽ മാർച്ചിൽ വരെയുള്ള സെല്ലിംഗ് ഉണ്ടാവും. ഈ ഒരു ഏരിയ വരെ നമുക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. ഇത് ലാസ്റ്റ് സപ്പോർട്ടാണ്. ഇത് സപ്പോർട്ട് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഈ ഏരിയയിലോട്ട് പിന്നെ ഫർദർ ഒത്തിരി ഡൗൺ ആവുമെന്ന് പറഞ്ഞാണ്. സോ ഇതേപോലെ ഇവിടെ ഒരു സപ്പോർട്ട് എടുത്തു. ബട്ട് ഇതൊരു ടെമ്പററി ബോട്ടം പോലെ എനിക്ക് തോന്നുന്നുണ്ട്. ഒരു ബോട്ടം ഔട്ട് ആയതുപോലെ തോന്നുന്നുണ്ട്. ഇവിടെ നിന്ന് ഒരു റിവേഴ്സൽ അല്ലെങ്കിൽ അപ്സൈഡ് മൊമെൻറ്റം പോകാനുള്ള എല്ലാ ചാൻസും നമുക്കുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരു ബുൾ മാർക്കറ്റിൻ്റെ സ്റ്റാർട്ടിങ് പോലെ നമുക്കിത് കൺസിഡർ ചെയ്യാം. മിഡ് ക്യാപ്പ് അതേപോലെ തന്നെയാണ്, ഒരു റിവേഴ്സലിനുള്ള ഇത് കാണുന്നുണ്ട്. നമുക്ക് ഇൻഡെക്സ് ചാർട്ട് നോക്കാം. സെക്ടറൽ ഇൻഡെക്സിൽ
നിഫ്റ്റി IT 5% ഡൗൺ ആയിരുന്നു. അത് വളരെ ഡൗൺ ആയിരുന്നു. ബാക്കിയുള്ള എല്ലാം ഓൾമോസ്റ്റ് പോസിറ്റീവ് ആയിരുന്നു. ഹെൽത്ത് കെയറും കുറച്ച് ഡൗൺ ആയിരുന്നു. നിഫ്റ്റി ഫാർമയും കുറച്ച് ഡൗൺ ആയിരുന്നു. ബ്രോഡ് മാർക്കറ്റ് ഇൻഡെക്സ് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി 50 ട്രെൻഡ് എട്ടേണൽ ONGC ഇതെല്ലാം അപ്പായിരുന്നു. HCL ടെക് വിപ്രോ 3% ഡൗൺ, ഇൻഫി 7%, TCS 7%, ഇതെല്ലാം HCL ടെക് IT സ്റ്റോക്സ് എല്ലാം ഡൗൺ ആയിരുന്നു. നെക്സ്റ്റ് 50 നോക്കാൻ അദാനി പവർ, PFC, IOCL, എൻട്രിൻ ഇതെല്ലാം അപ്പായിരുന്നു. നൗക്കരി, ബോഷ് ലിമിറ്റഡ്, HAL, LTM ഡൗൺ സൈഡ് ആയിരുന്നു. ഡൗൺ സൈഡ് മൊമെൻ്റം ആയിരുന്നു. മിഡ് ക്യാപ്പ് 150 നോക്കുകയാണെങ്കിൽ ലോയിഡ്സ്, SME, IDBI, ഡിക്സൺ, ടിൻ ഇന്ത്യ, TI ഇന്ത്യ ഇതെല്ലാം മേജർലി അപ്പായ സ്റ്റോക്സ് ആണ്. ഹെസ്റ്റ്, പെർസിസ്റ്റന്റ്, കൊഫോർജ് ഡൗൺ സൈഡ് മൊമെൻ്റം ഉള്ള സ്റ്റോക്കാണ്. സ്മോൾ ക്യാപ്പും കൂടെ നോക്കാം. DB റിയാലിറ്റി 13%, BLS 12%, സഫയർ 6.65, കെയിൻ 6.50 അപ്പായിരുന്നു. ലൈറ്റ് ആൻഡ് വ്യൂ 7.48, സൈ ലൈഫ് 8.21, ECLX 8.41 ഇതൊക്കെ ഡൗൺ ആയിരുന്നു. സോ മെയിൻ ന്യൂസ് നോക്കുകയാണെങ്കിൽ US-ലുള്ള IT കമ്പനി എൻട്രോപ്പിക് എന്ന് പറഞ്ഞ ഒരു AI കമ്പനി അവർ പുതിയൊരു AI ടൂൾ ഡെവലപ്പ് ചെയ്തു. സോ ആ ടൂള് ഇപ്പോൾ ഉള്ള മെയിൻലി ഇന്ത്യൻ IT കമ്പനീസിനുള്ള ഒരു ത്രെട്ട് ആയിട്ടാണ് അവർ പറയുന്നത്. ജോബും മെയിൻലി മോസ്റ്റ് ഓഫ് ദ ജോബ് അവർ ആ ഒരു AI ടൂൾ വെച്ച് അക്കംപ്ലിഷ് ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്. നമ്മൾ മാർക്കറ്റ് ക്യാപ്പ് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഉള്ള TCS, ഇൻഫോസിസ്, HCL ഇതെല്ലാം ചേർത്ത് വരുന്ന മാർക്കറ്റ് ക്യാപ്പിനെക്കാട്ടിയും വലിയൊരു മാർക്കറ്റ് ക്യാപ്പ് ഉള്ള ഒരു കമ്പനിയാണ് എൻട്രോപ്പിക് എന്ന് പറഞ്ഞത്. ഓൾമോസ്റ്റ് I think 350 ബില്യൺ വർത്തുള്ള കമ്പനിയാണ്. ബട്ട് അവർ വർക്ക് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഓൺലി 2100 പോലെ വർക്ക് ഫോഴ്സേ ഉള്ളൂ. ബട്ട് ഇന്ത്യയിലാണെങ്കിൽ 16 lakh വർക്ക് ഫോഴ്സ് ഉള്ള കമ്പനീസാണ് ഇതെല്ലാം. സോ ആ ഒരു ഫിയറിലാണ്, ഒരു പാനിക് ഫിയറിലാണ് ഇന്നലെ നാസ്ഡാക്കും ഡൗൺ ആയിരുന്നു. ഇന്ന് ഇന്ത്യൻ IT സ്റ്റോക്കും ഡൗൺ ആയിരുന്നു. ഓക്കെ, സോ ഇതാണ് മെയിൻ ന്യൂസ് എന്ന് പറഞ്ഞാൽ. ബാക്കിയുള്ള സ്റ്റോക്സ് ബ്രോഡർ മാർക്കറ്റും അപ്പായിരുന്നു. സോ മാർക്കറ്റിലൊന്നും വലിയ ഇമ്പാക്ട് ചെയ്തിട്ടില്ല. സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. ഇതാണ് ഇന്നത്തെ അനാലിസിസ്. നാളെ പുതിയൊരു അനാലിസിസ് ആയിട്ട് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.